നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ BJP നേതാക്കൾ നടത്തിയ കടന്നാക്രമത്തെ അവർക്കെതിരെ തിരിച്ച് സുപ്രീം കോടതി. വഖഫ് കേസിൽ വിവാദ നിയമത്തെ പിന്തുണക്കുന്ന ഹിന്ദുത്വ അഭിഭാഷകരുടെ നോഡൽ ഓഫീസറായ വിഷ്ണു ശങ്കർ ജെയിൻ വഖഫ് പ്രക്ഷോഭം കലാപമായി മാറിയ പശ്ചിമ ബംഗാളിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയുമായി എത്തിയപ്പോഴാണ് ജസ്റ്റിസ് BR ഗവായി BJPയുടെ വിമർശനം എടുത്ത് തിരിച്ചടിച്ചത്. മെയ് 14-ന് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാനിരിക്കുകയാണ് ജസ്റ്റിസ് BR ഗവായി. നിയമനിർമ്മാണ സഭകൾ ഒപ്പുവെക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചതിൻ്റെയും വഖഫ് നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ മരവിപ്പിച്ചതിൻ്റെയും പേരിൽ BJP നേതാക്കളുടെ കടന്നാക്രമണത്തെ ഓർമ്മിപ്പിച്ചതായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഉത്തരവ് ഇറക്കണമെന്നാണോ താങ്കൾ ആവശ്യപ്പെടുന്നത് എന്ന് വിഷ്ണു ശങ്കർ ജെയിനിനോട് ചോദിച്ച ജസ്റ്റിസ് ഗവായി പാർലമെന്റിന്റെയും സർക്കാരിന്റെയും അധികാരങ്ങളിലേക്ക് സുപ്രീം കോടതി നുഴഞ്ഞു കയറുന്നുവെന്നാണല്ലോ തങ്ങൾക്കെതിരായ ആരോപണമെന്ന് കൂട്ടിച്ചേർത്തു. ബംഗാളിൽ കേന്ദ്രം ഇടപെടണമെന്ന തന്റെ ഹർജി ഉടൻ പരിഗണിക്കാമെന്ന് ആവശ്യപ്പെട്ട ജെയിനിനോട് ഇല്ല, അത് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ പാർലമെന്റിനെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ തങ്ങൾ ഇടപെടുകയാണെന്ന് ആരോപണം വരുമെന്ന് ജസ്റ്റിസ് ഗവായി തിരിച്ചടിച്ചു. വിഷ്ണു ജെയിൻ ആവശ്യം ആവർത്തിച്ചപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഹർജി പരിഗണിച്ച് തള്ളാമെന്ന് പറഞ്ഞ് തമാശയാക്കി. വീണ്ടും ഒരിക്കൽ കൂടി അപേക്ഷിച്ചപ്പോൾ ശരി, അടുത്ത ആഴ്ച പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഹർജിയുടെ പകർപ്പ് കേന്ദ്രത്തിന് നൽകാൻ നിർദ്ദേശിച്ചു. സർക്കാരിന്റെയും പാർലമെന്റിന്റെയും ഉത്തരവാദിത്തങ്ങളിൽ തങ്ങൾ ഇടപെടുന്നുവെന്ന ആരോപണം നേരിടുന്നുണ്ടെന്ന് നെറ്റ്ഫ്ലിക്സിനെതിരായ കേസ് വന്നപ്പോഴും ജസ്റ്റിസ് ഗവായി ആവർത്തിച്ചു.